സർ നമസ്കാരം. നമസ്തേ. സൗദി അറേബ്യയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾ ചില ഭീകര വസ്തുക്കൾ കൂടി തിരികെ നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്ന അത്തരത്തിൽ വിലയിരുത്തപ്പെടുന്ന ഒരു പരാമർശം പ്രിയങ്കരനായിട്ടുള്ള ശശി തരൂര് നടത്തിയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ് ഇപ്പോൾ ആളുകളെല്ലാം ചോദിക്കുന്നത്. എന്ത് ഭീകര വസ്തുവാണ് ഈ സൗദി അറേബ്യയിൽ നിന്ന് നമ്മളെ മണ്ണിലേക്ക്, കേരളത്തിലേക്ക് വരുന്ന പ്രവാസികൾ കൊണ്ടുവരുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ യഥാർത്ഥത്തിൽ? അല്ല, ഇത് ശശി തരൂര് അല്ല ഇങ്ങനൊരു ആദ്യ അഭിപ്രായം നടത്തുന്നത്. ഈ അഭിപ്രായ പ്രകടനം ലോകബാങ്കിന്റെ ഒരു പഠനമാണ് ഈ ഒരു കണ്ടെത്തൽ നടത്തിയത്. അത് ആ പഠനത്തിന്റെ പേര് ഡസ് മൈഗ്രേഷൻ എക്സ്പീരിയൻസ് ട്രാൻസ്ഫർ ജെൻഡർ നോംസ് എന്നുള്ളതാണ്. ആ തലക്കെട്ടോടുകൂടി ഒരു പഠനം, ഇത് 3-4 വർഷം മുമ്പ് 2023 നടന്ന ഒരു പഠനമാണ്. ആ പഠനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു വസ്തുത, ഗൾഫിൽ നിന്നും കേരളത്തിലേക്ക് റെമിറ്റൻസ് വരുന്നതോടൊപ്പം ഗൾഫിന്റെ പിന്തിരിപ്പൻ ആശയങ്ങളും അതുപോലെ പിന്നെ മതമൗലികവാദ ആശയങ്ങളും സ്ത്രീ വിരുദ്ധ ആശയങ്ങളും കേരളം നേടിയിരിക്കുന്ന പുരോഗതിയെ തകർത്ത് തരിപ്പണമാക്കുന്ന ചിന്താധാരകളുമൊക്കെ ഈ ഗൾഫ് പണത്തോടൊപ്പം കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ലോകബാങ്കിന്റെ ഒരു പഠനം കണ്ടെത്തിയത്. ഈ പഠനത്തെക്കുറിച്ച് അമേരിക്കയുടെ കാർണഗി എൻഡോവ്മെന്റ് ഫോർ ഇന്റർനാഷണൽ പീസിലെ ഫെലോ ആയിട്ടുള്ള മിലൻ വൈഷ്ണവ് എന്ന വ്യക്തി ട്വിറ്ററിൽ ഈ പഠനത്തെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ പ്രസിദ്ധീകരിച്ചു. അതിനു താഴെ നമ്മുടെ തിരുവനന്തപുരം എംപിയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ശശി തരൂർ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. അദ്ദേഹം പറഞ്ഞത് ഇതൊരു അപകടകരമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ്. കേരളത്തിലെ മുസ്ലിം സമുദായം ഇത് ഒരാത്മവിചിന്തനത്തിന് തയ്യാറാകണം എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തി. പിന്നീട് അദ്ദേഹം കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ നടത്തി. അതായത് അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായ പ്രകടനത്തെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു അഭിപ്രായ പ്രകടനമായിട്ട് കാണേണ്ടതില്ല എന്നുള്ള അർത്ഥത്തിൽ, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ അഭിപ്രായ പ്രകടനമല്ല എന്നുള്ള ഒരു വ്യക്തത അദ്ദേഹം വരുത്തിയതാണ്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയും ഇത്തരം വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ചിന്തിക്കുക എന്നത് തെറ്റായ ഒരു കാര്യമല്ല, അത് മനുഷ്യ സഹജമായ ഒരു പ്രതികരണമാണ് എന്നുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹം കൊടുത്തത്. ഇതില് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പഠനം കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അവിടെ ഈ 43% ആൾക്കാർ ഈ പഠനം കണ്ടെത്തിയിരിക്കുന്നത് ഭാര്യയെ തല്ലുന്ന ഭർത്താവ് തല്ലുന്നതിനോട് യോജിക്കുന്നു. എന്തെങ്കിലും ഒരു കുടുംബ വിഷയത്തിൽ ഭാര്യമാരെ ഭർത്താവ് തല്ലുന്നതിൽ ഏതാണ്ട് 43% ആൾക്കാർക്ക് യോജിപ്പുണ്ട്. അതുപോലെ രാത്രിയിൽ പുറത്തിറങ്ങി നടക്കുന്ന ഒരു സ്ത്രീ ആക്രമണത്തിന് വിധേയമാവുകയാണെങ്കിൽ, ലൈംഗിക ആക്രമണത്തിന് വിധേയമാവുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി ആ സ്ത്രീ തന്നെയാണ്, അസമയത്ത് പുറത്തു പോയത് ആണ് അതിന്റെ കാരണം എന്ന് വിശ്വസിക്കുന്ന 53% ആൾക്കാരെയും കണ്ടെത്തി. ഇത് മൊത്തത്തിൽ കേരളത്തിലെ ആൾക്കാരാണോ അതോ മുസ്ലിം സമുദായത്തിൽ മാത്രമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ സംശയം എനിക്ക് വാർത്തകളൊക്കെ വായിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. എന്തായാലും ശരി, ഈ പഠനത്തിൽ അങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോ കേരളത്തിലെ അതായത് കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന സ്ത്രീ പുരുഷ സമത്വം എന്ന ഒരു ആശയവും അതുപോലെ കുടുംബങ്ങളിലെ തീരുമാനമെടുക്കുന്നതിൽ സ്ത്രീകൾക്ക് ഉള്ള പങ്കിനെ കുറിച്ചും ഗൾഫിൽ നിന്നും തിരിച്ചു വരുന്നവർക്ക് പിന്തിരിപ്പൻ ആശയങ്ങളാണുള്ളത്. ദീർഘകാലം സൗദി അറേബ്യയിൽ ജീവിച്ചു കഴിയുമ്പോൾ അവിടുത്തെ നിലനിൽക്കുന്ന സാമൂഹിക ഘടനയും വ്യവസ്ഥയും മഹത്തരവും മഹനീയവുമാണെന്ന് ചിന്തിക്കുന്ന ഇവരെ തിരികെ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ സാമൂഹിക പുരോഗതിയെ അട്ടിമറിക്കും എന്നാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു ആത്മപരിശോധനയ്ക്ക് മുസ്ലിം സമുദായം ഒരു ആത്മപരിശോധന നടത്തണമെന്നാണ് തരൂര് പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിൽ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഉത്തരവാദികൾ കേരളത്തിലെ ബുദ്ധിജീവികളും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും
കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരും ഈ ഇവരെല്ലാം അടങ്ങുന്ന കേരളത്തിലെ പൊതുസമൂഹം തന്നെയാണ്. കാരണം കേരളത്തിലെ നവോത്ഥാനം എന്നത് ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമായിരുന്നു. കേരളത്തിലെ നവോത്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പറയുന്ന കേൾക്കുന്ന പേര് പിന്നെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമി, മഹാത്മാ അയ്യങ്കാളി, അല്ലെങ്കിൽ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ, വാഗ്ഭടാനന്ദ സ്വാമികൾ, അങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ എവിടെങ്കിലും കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിലെ നായകരെ കുറിച്ച് പഠിക്കാറുണ്ട്? മുസ്ലിങ്ങൾക്കിടയിൽ നടന്ന നവോത്ഥാനത്തെക്കുറിച്ചും സാമൂഹ്യ പരിഷ്കരണത്തെക്കുറിച്ചും കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്? എന്തുകൊണ്ട് കേട്ടില്ല? സമൂഹത്തിലെ അസമത്വങ്ങളെയും അനീതികളെ കുറിച്ചും ഒക്കെ നമ്മൾ വാചാലരാകുമ്പോൾ നമ്മൾ ഭഗവത്ഗീത വരെ എതിർക്കും. അതായത് പിന്നെ ഇവിടെ എൻ്റെ വളരെ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ പറയും, ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ചാതുർവർണ്ണ്യം മയാസൃഷ്ടം എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള. അവര് അതിന്റെ രണ്ടിലെ അടുത്ത വരി അവർ പറയത്തില്ല, അവർക്ക് അറിഞ്ഞുകൂടാ. ഗുണകർമ്മ വിഭാഷയന്തി, അതായത് ഗുണത്തിനെയും കർമ്മത്തിനെയും അടിസ്ഥാനമാക്കിയിട്ട് ഞാൻ ചാതുർവർണ്ണത്തെ സൃഷ്ടിച്ചു എന്നാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. അതിലെ അവസാനത്തെ ലൈൻ എടുത്തു മാറ്റിയിട്ടാണ് കേരളത്തിലെ പുരോഗമനവാദികൾ അത് പിന്നെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. പക്ഷേ ഭഗവത്ഗീത ദുർവ്യാഖ്യാനം ചെയ്ത് എന്ന് വെച്ചിട്ട് ആരും കൈവെട്ടിക്കളയും, ആരും തലവെട്ടിക്കളയും. മാത്രമല്ല, ഭഗവത്ഗീത ദുർവ്യാഖ്യാനം ചെയ്താൽ നിങ്ങൾ പുരോഗമനവാദിയാണ്. നേരെ മറിച്ച് ഖുർആൻ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ പോയാലോ നിങ്ങളുടെ തലയും കാണില്ല, കൈയും കാണില്ല, നിങ്ങളുടെയും കാണില്ല, നിങ്ങളുടെ മക്കളുടെയും കാണില്ല, നിങ്ങളുടെ അച്ഛന്റെയും കാണില്ല. അതാണ് ആ സ്ഥിതി. അപ്പൊ ഇതില് ഇസ്ലാം അല്ല കുറ്റം. ഇസ്ലാമിനെ പേടിക്കുന്ന, ഇസ്ലാമിനെ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ വോട്ട് ബാങ്കായി കാണുന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളാണ് ഇതിന്റെ ഉത്തരവാദി. എന്തുകൊണ്ട്? അതാണ് ചർച്ച ചെയ്യേണ്ടത്. മുസ്ലിങ്ങളല്ല ആത്മപരിശോധന നടത്തേണ്ടത്. മുസ്ലിങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടത് നമ്മുടെയൊക്കെ ആത്മവഞ്ചനയെ കുറിച്ചാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആത്മവഞ്ചനയെ കുറിച്ച്, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ, കേരളത്തിലെ സുകുമാർ അഴീക്കോട് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ സുകുമാർ അഴീക്കോടിന്റെ കുറെ പ്രസംഗം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇതൊന്നും പറയും. ഏത് പുരോഗമനവാദിയാണ് കേരളത്തിൽ, ഏത് നവോത്ഥാന നായകനാണ് കേരളത്തിൽ ഇതൊക്കെ പറയുന്നത്? എനിക്കൊന്ന് ആകെപ്പാടെ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനായിരിക്കും, അല്ലാതെ വേറെ ആരും പറയത്തില്ല. പുള്ളിയാണെങ്കിൽ പുരോഗമനവാദിയും പിന്നെ നവോത്ഥാന നായകനൊന്നും അല്ലതാണ്, ബുദ്ധിജീവി ആയിട്ട് ആരും കണക്കാക്കുന്നില്ല. അപ്പൊ കേരളത്തിലെ ഏതെങ്കിലും വേദികളിൽ ഇത്തരം ചർച്ചകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇതില് സൗദി അറേബ്യ കുറ്റപ്പെടുത്തേണ്ട കാര്യം എന്താണ്? സൗദി അറേബ്യയുടേതായ ഒരു സംസ്കാരവും സൗദിയുടേതായിട്ടുള്ള ഒരു മതവും സൗദിയുടേതായിട്ടുള്ള ഒരു ജീവിതവും സൗദിക്കുണ്ട്. അത് നിങ്ങൾ അങ്ങോട്ട് ചെല്ലണമെന്ന് അവർ നിർബന്ധിക്കുന്നില്ല. കേരളത്തിൽ നിന്ന് ഈ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ അങ്ങോട്ട് കെട്ടിക്കയറുന്നത് എന്തിനാണ്? അത് ആരാണ് അതിന്റെ ഉത്തരവാദി? കേരള സർക്കാരാണ് ഉത്തരവാദി. കേരളത്തിൽ തൊഴിലില്ലാത്ത ആരുടെ കുഴപ്പമാണ്? മലയാളികൾ 18, 20 വയസ്സായി കഴിഞ്ഞാൽ പിള്ളേരെ നേരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. ആൺപിള്ളേർക്ക് കേരളത്തിൽ പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കേരളത്തില് 20, 22 വയസ്സൊക്കെ ഉള്ള ഒരു പുരുഷൻ കേരളത്തിൽ അവന്റെ സ്വന്തം വീട്ടിൽ നിന്നാൽ അവൻ പരിഹാസ കഥാപാത്രമാണ്. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കണം. ഈ പിന്നെ സിംഹത്തിന്റെ ഒക്കെ കൂട്ടങ്ങളിൽ പോലാണ്. ആൺസിംഹങ്ങൾക്ക് കൂട്ടത്തിന്റെ കൂടെ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. കേരളത്തിലെ പുരുഷന്മാർക്ക് കേരളത്തിൽ പിന്നെ നിൽക്കാൻ പറ്റില്ല, അവരെ ഓടിച്ചു വിടും. നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് ഓടിച്ചു വിടും. ഈ ഓടിച്ചു വിടുന്നവരെ കേരളത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മാസാമാസം കൃത്യമായിട്ട് പൈസ അയക്കണമെന്നാണ് ഒരു അലിഖിത നിയമം. അവരെ പിഴിയാനായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഗൾഫിൽ ചെന്ന് പിരിക്കും. ഈ നാണം കെട്ട പുരോഗമനവാദികൾ, കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ നാണം കെട്ട ആൾക്കാര് ഇതിനെന്താ പറയേണ്ടത്? പിച്ചച്ചട്ടി കൈയിട്ട് വരുമല്ലേ ഈ പാവങ്ങൾ. ഞാൻ ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. അവിടെ വന്നിട്ട് ഈ പാവങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തി, നമ്മളാരും പൈസ ഒന്നും കൊടുക്കത്തില്ല. ഈ പാവപ്പെട്ട ആൾക്കാരെ ഭീഷണിപ്പെടുത്തി, കൂലിവേല ചെയ്യുന്നവരെ, കടയിൽ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവരെ, സൂപ്പർ മാർക്കറ്റിൽ 150 റിയാലിന് ജോലി ചെയ്യുന്നവരെ, ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തി ഇവരുടെ കയ്യിലുള്ളത് സർവ്വതും പിടിച്ചു വാങ്ങും. നാണമില്ലല്ലോ. ഗൾഫിൻ്റെതായ രീതി ജീവിക്കട്ടെ, അതിന് നിങ്ങൾക്ക് പിടിച്ച പാടെന്താ? സൗദി അറേബ്യയുടേതായ സംസ്കാരമുണ്ട്, അത് മതി അവർക്ക്. ഈ നമ്മൾ കാണുന്ന പുറത്തിറങ്ങുന്ന നമ്മുടെ ഈ ജനാധിപത്യവും സ്വാതന്ത്ര്യമൊന്നും ഇതൊന്നും യഥാർത്ഥ സ്വാതന്ത്ര്യമായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പൊ ഗൾഫിൻ്റെതായ വഴിക്ക് ജീവിക്കട്ടെ. അവര് നമുക്ക് പൈസ തന്നതാണോ അവരുടെ പ്രശ്നം? അവരെ വിമർശിക്കാനൊന്നും പോകണ്ട.
കേരളത്തിന്റെ 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 പ്രശ്നം കേരളത്തിൽ തന്നെയാണ്. കേരളത്തിന്റെ കപട മതേതരത്വമാണ് കേരളത്തിന്റെ പ്രശ്നം. കേരളത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്ക് കാരണം നമ്പൂതിരിമാരാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. കേരള ജനസംഖ്യയുടെ 0.5% പോലും ഇല്ലാത്ത ഒരു സമുദായമാണ് നമ്പൂതിരിമാർ. കേരളത്തിൽ ഒരു സാമൂഹ്യ സ്വാധീനവും ഇല്ലാത്തവരാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്പൂതിരി IAS ഓഫീസറെയോ IPS ഓഫീസറുടെ ഒരു പേര് പറയോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പത്രപ്രവർത്തനായിട്ട് ഒരു 10-30 കൊല്ലമായിട്ട് ഞാൻ ഇരിക്കുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തെ നയിക്കുന്ന ഒരു വലിയ ധനികനായ നമ്പൂതിരിയെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ടും അവരുടെ തലയ്ക്കോട്ടാണ് ഇതെല്ലാം വെക്കുന്നത്. ഹിറ്റ്ലർ എങ്ങനെയാണ് ജൂതന്മാരെ അധിക്ഷേപിച്ചത്, അതുപോലാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്പൂതിരി സവർണരെ പൊതുവെ പറയും, നായന്മാരെ പേരെടുത്ത് വിമർശിക്കാറില്ല. കാരണം നായന്മാർക്ക് വോട്ട് കുറച്ചുള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും നായന്മാരെ നിർണായകമായതുകൊണ്ട് നായന്മാരെ പേരെടുത്ത് പറയത്തില്ല. പറയുന്നത് സവർണർ എന്ന ഒരു പദം ഉപയോഗിച്ചായിരിക്കും, നായർ എന്നുള്ള പദം ഉപയോഗിക്കാറില്ല. അത് ശ്രദ്ധിച്ചാറില്ല. പകരം സവർണർ എന്ന് പറയും. ലക്ഷ്യമിടുന്നത് നായരെ തന്നെ ആയിരിക്കും. അപ്പൊ ഇത്തരം ആത്മവഞ്ചനകളുടെ ഒരു വല്ലാത്ത ഒരു കള്ളത്തരത്തിന്റെ ലോകം സൃഷ്ടിച്ചിട്ട് കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ ഇല്ലാതാക്കിയത് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇത്തരം ഒരു പഠനം കേരളത്തിൽ എന്നെങ്കിലും നടന്നിട്ടുണ്ട്? ഈ പഠനം നടത്താൻ വെള്ളക്കാരൻ അമേരിക്ക എന്ന് പറയേണ്ട വന്നു, ലോകബാങ്ക്. അവിടെ ഇരിക്കുന്ന കാർണഗി മെലോൺ ഫൗണ്ടേഷൻ വേണ്ടി വന്നു ഈ കേരളത്തിന്റെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ. എന്നിട്ട് ഏതായാലും ശശി തരൂർ നല്ല കാര്യമാണ് ചെയ്തതെന്ന് ഞാൻ പറയും. അദ്ദേഹത്തിന്റെ ജനപിന്തുണ അതോടുകൂടി ഇടിയുമായിരിക്കാം. പക്ഷെ എന്നാലും ശരി, കേരളത്തിലെ എത്ര BJP-ക്കാരുണ്ട്? ഒരക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ ഇതിനെക്കുറിച്ചൊന്നും. സുരേഷ് ഗോപി പറയൂ, രാജീവ് ചന്ദ്രശേഖർ പറയൂ, ഒന്നും പറഞ്ഞില്ല. അപ്പൊ ശശി തരൂർ അത് പറയാൻ തയ്യാറായതിൽ ഞാൻ അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നു. കേരള സമൂഹത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ ചർച്ചയായിട്ട് ഇത് മാറട്ടെ. കേരള സമൂഹം വലിയ സാമൂഹ്യ പ്രതിസന്ധി നേരിടാൻ പോവുകയാണെന്ന് ഞാൻ പറയും. കേരളത്തിലെ ജനസംഖ്യയുടെ മാറ്റങ്ങള്, ഡെമോഗ്രഫിക് ചേഞ്ചസ്, വിവിധ സമുദായങ്ങൾക്ക് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന വരും കാലങ്ങളിൽ അവരുടെ റെപ്രസെന്റേഷനിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, ഇതിന് കേരളത്തിലേക്ക് അന്യസംസ്ഥാന കുടിയേറ്റം, വലിയ കുടിയേറ്റം ഉണ്ടാകാൻ പോവുകയാണ്. കാരണം കേരളത്തിന്റെ ജനസംഖ്യ താഴോട്ട് പോകും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന്റെ സംസ്കാരത്തിനും സാമൂഹ്യ ഘടനയ്ക്കും കേരളത്തിന്റെ പുരോഗതിക്കും പുരോഗമന ആശയങ്ങൾക്കും നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് കേരള സമൂഹം കാര്യമായിട്ട് ചർച്ച ചെയ്യട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വയം, തരൂർ പറഞ്ഞ ഒരു കാര്യത്തിൽ വിയോജിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അതായത് തിരിഞ്ഞ് ആത്മപരിശോധന നടത്തേണ്ടത് കേരളത്തിലെ മുസ്ലിങ്ങൾ മാത്രമല്ല, അവരുടെ കാര്യം അവർ നോക്കിക്കൊള്ളു. പകരം കേരളത്തിന്റെ പൊതുസമൂഹമാണ് ആത്മപരിശോധന നടത്തേണ്ടത്. കേരളത്തിലെ ആത്മപരിശോധന നടത്തേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ബുദ്ധിജീവികൾ എന്ന വേഷം കെട്ടിക്കൊണ്ട് നടന്ന സ്ഥാനമാനങ്ങൾ വാങ്ങിക്കുന്ന കുറെ നാണം കെട്ട ആൾക്കാരുണ്ട്. അവര് ആത്മപരിശോധന നടത്തട്ടെ. കേരളത്തിലെ സാഹിത്യ നായകന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അവർ ആത്മപരിശോധന നടത്തട്ടെ. സിനിമകളും കലാസൃഷ്ടികളും നടത്തുമ്പോൾ ഇത്തരം കള്ളത്തരങ്ങൾ മറച്ചു വെക്കാൻ സഹായിക്കുന്ന കള്ള പരിപ്രേക്ഷ്യങ്ങൾ, ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്ന ആൾക്കാരുണ്ട്, അവർ ആത്മപരിശോധന നടത്തട്ടെ. ഇസ്ലാമിനെ വിട്, അവരവരുടെ വഴിക്ക് ജീവിക്കട്ടെ. അവിടെ പൊതു നിയമങ്ങൾക്കെതിരെ ഉള്ള ട്രെൻഡ് വരുമ്പോൾ നമുക്ക് ഇടപെട്ട് അവരെ നേരെയാക്കാം. അതല്ല അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ അവരെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ വിശദാംശങ്ങളും കൂടുതൽ ചർച്ചകളും വരുമ്പോൾ നമുക്ക് കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും രംഗത്തെത്താം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.